ഇത്രത്തോളം സ്ഥലം ആളുകൾ വിട്ടു നൽകുന്നത്. നമുക്കറിയാം പണ്ടത്തെ കാലത്തെ പോലെയല്ല ഇപ്പൊ എൻ്റെ അമ്മാവന്റെ മകനാണ് മനോജ്. അദ്ദേഹത്തിന്റെ ബാപ്പയുടെയും ഉമ്മയുടെയും പേരിലാണ് നമ്മൾ ഇന്ന് ഈ അംഗനവാടിക്ക് തറക്കല്ലിടാൻ പോകുന്നത്. ടൗണിനോട് ചാരി ഈ സ്ഥലത്തിന് തന്നെ 3 സെന്റിന് എത്ര വില വരും എന്നുള്ളത് എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പൊ അത്രത്തോളം ലക്ഷങ്ങളാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ ഈ ഭരണസമിതിയെ വിശ്വസിച്ചുകൊണ്ട്, ഈ മുനിസിപ്പാലിറ്റിയിൽ എത്രത്തോളം ആളുകൾക്ക് വിശ്വാസമുണ്ട് എന്ന് തെളിയിക്കുന്ന നമ്മുടെ കൺമുമ്പിലുള്ള ഒരു കാര്യം ഞാൻ പറയുന്നത്. അപ്പം ആ മുനിസിപ്പാലിറ്റി ഭരണാധികാരികളെ വിശ്വസിച്ചുകൊണ്ടാണ്, ഏറ്റുകൊണ്ടാണ് അവർ ഈ സ്ഥലമൊക്കെ മുനിസിപ്പാലിറ്റിക്ക് നൽകുന്നത്. ഈ നൽകിയ ആളുകളൊക്കെ തന്നെ ഒരിക്കലും ഞങ്ങളുടെ പേര് എവിടെയും പറയരുത് എന്ന് പറഞ്ഞ ആളുകളാണ്. പക്ഷെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമുക്കത് പറയാതെ പോകുന്നത് ഒരു വലിയ തെറ്റാകുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് പറയുന്നത്. കാരണം മറ്റുള്ളവർക്ക് ഇതൊരു മാതൃകയാവും. കാരണം ഈ അംഗനവാടി പഠിക്കുന്ന വിദ്യാർത്ഥിനികളിലൊക്കെ തന്നെ ഉണ്ടാകുന്ന അവരുടെ പ്രാർത്ഥന, അവരുടെ സ്നേഹം, അവരുടെ കടപ്പാട് ഒക്കെ ഈ ഭൂമി വിട്ട് നൽകിയവർക്കുണ്ടാവും. നമ്മുടെ ജീവിതകാലാവസാനം വരെ ഈ നാട് ഈ ഭൂമി വിട്ടു തന്ന അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഓർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ മുനിസിപ്പാലിറ്റി അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ വളരെ വിപുലമാണ്. വളരെ വലിയ വലിയ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തത്. ഇപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു കാര്യം നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ 7 ഒരാഴ്ചയായിട്ട് നല്ല മഴയാണ്, ഏറ്റവും നല്ല മഴ നമുക്കറിയാം. മലപ്പുറം ജില്ലയിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മഴ. അത് നമ്മുടെ നിലമ്പൂരിലുമാണ്. ഈ ഒരു 2-3 വർഷം മുമ്പ് നമുക്കറിയാം, ഇവിടെ ഒരു ചെറിയ മഴ പെയ്താൽ നമ്മുടെ നിലമ്പൂരിലുള്ള റോഡുകളൊക്കെ വെള്ളം കയറുന്നത് നിങ്ങളുടെ അനുഭവമാണ്, നിങ്ങളൊക്കെ അനുഭവമാണ്. വെളിയന്തോട് വെള്ളം കയറും, തായച്ചന്തക്കുന്ന് കയറും, ജനതപ്പടിക കയറും, ജ്യോതിപ്പടിക കയറും. ഈ പറയുന്ന ഭാഗങ്ങളിലൊക്കെ കയറി നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ, കടകളിൽ വെള്ളം കയറി എത്രയോ കോടികൾ നഷ്ടപ്പെട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. ഈ ഭരണ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി നമ്മൾ ഏറ്റെടുത്തൊരു പ്രവൃത്തി എന്താ? ഈ 4 തോടുകളും ഇല്ലാത്ത തോടുകൾ പുനർനിർമ്മിക്കുകയാണ് ചെയ്തത്. അതിന്റെ പേരിൽ നമ്മളെ പേരിൽ വ്യക്തിപരമായിട്ട് കുറെ കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ. പക്ഷെ ഈ നാടിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രികയിൽ പറഞ്ഞൊരു കാര്യം, നമ്മൾ ഏറ്റെടുത്ത് പോകും എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഓരോന്നോരോന്നായി നടത്തിക്കൊണ്ടുപോകാൻ ദൃഢനിശ്ചയമുള്ള ഒരു ഭരണസമിതിയാണ് ഈ ഭരണസമിതി എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനവും അത്തരത്തിലുള്ള ആളുകളുടെ പെരുമാറ്റമാണ് ഞങ്ങൾ. എത്രയോ വർഷങ്ങളായി ഒരു അംഗൻവാടി എന്നുള്ള ആ സ്വപ്നം, എത്രയോ മക്കൾ ഇവിടുന്ന് ഇനി പഠിച്ചുയർന്ന് വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തേണ്ട ധാരാളം ആളുകളുള്ള നമ്മുടെ ഈ ഏരിയയിൽ ഈ നാട്ടുകാർക്കും അതുപോലെ തന്നെ ഈ കുടുംബങ്ങൾക്കൊക്കെ തന്നെ ഉപകാരപ്പെടുന്ന രീതിയിൽ, നല്ല രീതിയിൽ നമുക്കത് നടത്തിക്കൊണ്ടുപോകാൻ ഈ ഭരണസമിതിക്കും അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെ പിന്തുണയോടെ ഈ നാട്ടുകാരെല്ലാം തന്നെ അതിനെ സഹായിച്ച് നല്ല രീതിയിൽ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ, നമ്മളേറെ സന്തോഷത്തോടുകൂടി, ഇന്ന് മുസ്ലിങ്ങളെയൊക്കെ സംബന്ധിച്ച് വെള്ളിയാഴ്ച നല്ലൊരു ദിവസമാണ്. ആ ദിവസം നമുക്ക് തറക്കല്ലിട്ട് പെട്ടെന്ന് പൂർത്തീകരിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ വളരെ സന്തോഷകരമായി പഠിക്കാനും വളരാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ തറക്കല്ലുകൾ കർമ്മം, ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ നിർവഹിച്ചതായി അറിയിക്കുന്നു. വിദ്യാഭ്യാസം എന്ന നിലക്ക് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ ആദ്യം ചുവടുവെച്ച് വരുന്ന അംഗനവാടി, നമുക്ക് നമ്മുടെ നഗരസഭയിൽ 3 അംഗനവാടികൾക്ക് സ്വന്തമായി കെട്ടിടമുണ്ടായിരുന്നില്ല. ഈ മുക്കട്ട നമുക്കറിയാം, കഴിഞ്ഞ 17-18 വർഷം മുമ്പ്
തുടങ്ങിയ ഒരു അംഗനവാടി സഞ്ചരിക്കുന്ന ഒരു അംഗനവാടിയായിരുന്നു. അതിന്റെ പ്രയാസം ടീച്ചർ ഉൾപ്പെടെയുള്ള അതിന്റെ ബന്ധപ്പെട്ട നേരത്തെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആ പ്രയാസം അനുഭവിച്ചതാണ്. അംഗനവാടിക്ക് സ്ഥലം വാങ്ങുക എന്ന് പറയുമ്പോൾ നഗരസഭ ഫണ്ട് വെക്കുമ്പോൾ തന്നെ പ്രശ്നം ആ സ്ഥലത്തിന്റെ വാല്യുവേഷൻ തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ സ്ഥലത്തിന് 3 ലക്ഷം രൂപ വില ഉണ്ടെങ്കിൽ സർക്കാരിന്റെ കണക്ക് പ്രകാരം വില ഉണ്ടാവില്ല. രജിസ്റ്ററിൽ നമ്മൾ പൈസ കൊടുക്കും. ആ നിലക്ക് ഇതിന്റെ വാല്യുവേഷൻ എടുക്കുക, അത് 10 ആധാരങ്ങൾ സംഘടിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു പ്രയാസം പലപ്പോഴും നഗരസഭ കഴിഞ്ഞ 8-9 വർഷമായി അംഗനവാടിക്ക് സ്ഥലം വാങ്ങാൻ പണം വെക്കും, പക്ഷെ നടപ്പിലാക്കാൻ കഴിയാതെ പോകും. ജനങ്ങളുമായി ഒക്കെ സംവദിച്ചുകൊണ്ട് ഒരു പരിഹാരം കാണാം എന്ന തീരുമാനിച്ച അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ട മനോജ് സൗജന്യമായി ഇവിടെ സ്ഥലം തന്നത്. ഇവിടെ മാത്രമല്ല, ഇയമ്മട ചെയർമാൻ പ്രതികരിക്കുന്ന വാർഡിനകത്ത് നമുക്ക് സൗജന്യമായ സ്ഥലം കിട്ടി. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പകൽ വീട്, നമ്മൾ ഒരു പകൽ വീട് മയ്യന്താരിയും സായംപ്രഭ എന്ന നിലക്ക് നിലമ്പൂരുണ്ട്. അത് പോരാ, വയോജനങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണ്. ആളുകളുടെ ആയുർദൈർഘ്യം കൂടുന്നു. നമ്മുടെ സമൂഹത്തിൽ 60 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ കണക്കെടുക്കുമ്പോൾ ഓരോ 5 വർഷം കൂടുമ്പോഴും വലിയ രീതിയിൽ മുന്നോട്ട് വരികയാണ്. സ്വാഭാവികമായും അവരുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പകൽ വീട് നിർമ്മിക്കാൻ നമുക്ക് സ്ഥലം കിട്ടി. തൊട്ടപ്പുറത്ത് സ്കൂൾ കുന്ന് റനീഷ് ഉണ്ട്. റനീഷ് മുൻകൈ എടുത്തുകൊണ്ട് അംഗനവാടിക്ക് 5 സെന്റ് സ്ഥലം നമുക്ക് കിട്ടി. തൊട്ടപ്പുറം കൊളക്കണ്ടത്ത് സ്കറിയ മുൻകൈ എടുത്തുകൊണ്ട് 10 സെന്റ് സ്ഥലം സൗജന്യമായി സ്ഥലം വിട്ടുതരാൻ ആളുകൾ നഗരസഭയോട് വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സന്തോഷകരമായ സാഹചര്യം പണം സ്വരൂപിച്ചുകൊണ്ട് ആളുകളേക്ക് എന്നൊക്കെ പൈസ കണ്ടെത്തി ഒരു സ്വന്തമായി ഒരു കെട്ടിടമുണ്ടാക്കാൻ വേണ്ടി 10 സെന്റ് സ്ഥലം പയ്യമ്പള്ളി വാങ്ങി. പക്ഷെ അവർക്ക് കെട്ടിടമുണ്ടാക്കാൻ കഴിയില്ല. സ്ഥലം അവർ സംഘടിപ്പിച്ചു. അങ്ങനെയാണ് നഗരസഭ നമ്മൾ സൗകര്യപ്രദമായ ഒരു സ്ഥലം അവർ കെട്ടിടം നിർമ്മിച്ചു കൊടുത്ത് അവർക്ക് ആ പകൽ വീടിന് ആ സീനിയർ സിറ്റിസൺ ഫോറത്തിന് നമ്മൾ ആ ബിൽഡിംഗ് കൈമാറി. അവര് 10 സെന്റ് സ്ഥലം നഗരസഭയ്ക്ക് സൗജന്യമായി വിട്ടുന്നിരിക്കുകയാണ്. സ്വാഭാവികം നമുക്കിടെ മുൻമുള്ളിയുടെ നമ്മുടെ മാനസികാരോഗ്യ കേന്ദ്രം ഈ പയ്യമ്പള്ളിയിലേക്ക് മാറ്റണമെന്ന് നമ്മൾ ആലോചിക്കുന്നത്. ഞാൻ ദീർഘമായി ഒന്ന് പ്രസംഗിക്കാം. അപ്പൊ ഈ ഒരു സാഹചര്യം നമുക്ക് മുന്നിലുള്ള ആളുകൾ സൗജന്യമായി സ്ഥലം വിട്ടുതരുന്നു. അവിടെ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അംഗനവാടികൾ നിർമ്മിക്കുന്ന സാഹചര്യം സ്വാഭാവികമായും അത് ഈ സ്ഥലം വിട്ടുതരിക എന്നുള്ളത് നഗരസഭയോടുള്ള ഈ ജനങ്ങളോടുള്ള ഒരു ഐക്യദാർഢ്യ പ്രകടിപ്പിൽ കൂടി മാത്രമായി നമ്മൾ അത് കാണേണ്ടതുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഏകദേശം 60 ലക്ഷം രൂപയാണ് 6, 7 അതിലപ്പുറം 9 സ്ഥലങ്ങളിൽ നമ്മൾ മാറി നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മളൊരു സഞ്ചാരം നടത്തുകയാണ്. അതിലൊരുപാട് പ്രയാസപ്പെട്ട നമ്മുടെ അംഗനവാടി ടീച്ചർമാർ, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ അമ്മമാർ. നമുക്ക് കെട്ടിടങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രയാസമാണ്. പ്രത്യേകിച്ച് സർക്കാർ മേഖലയിൽ ഒരു വാടകയ്ക്ക് ഒരു കെട്ടിടം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ആ സാഹചര്യത്തിലാണ് നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത് ശ്രീ മനോജ്, ഞങ്ങളെല്ലാവരുടെയും സുഹൃത്താണ്. ഈ അടുത്ത കാലത്ത് വേറൊരു സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഞങ്ങളോടൊപ്പം എന്റെയും അഷ്റഫിന്റെയും ഒക്കെ കൂടെ മുന്നിട്ടിറങ്ങി ഏത് കാര്യങ്ങളും നമ്മുടെ നാടിനൊരു ആവശ്യം വന്നാൽ നമ്മോടൊപ്പം നിൽക്കുന്ന ശ്രീ മനോജ്, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി നമുക്ക് 3 സെന്റ് സ്ഥലം ഇവിടെ ശ്രീ പ്രാസംഗിക നമ്മുടെ ബഷീറൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഏകദേശം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിലമ്പൂർ നഗരസഭയിൽ 70 സെന്റോളം സ്ഥലം ഇപ്പോ നമുക്ക് ഇത്തരത്തിൽ വിട്ടുകിട്ടിയെന്നാ പറഞ്ഞു. അതിന്റെ ഒരു വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 1.5 കോടി രൂപയോളം പണം വാല്യൂ ഉള്ള സ്ഥലം സുമനസ്സുകളായ ആളുകൾ നമ്മുടെ നഗരസഭയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുക ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി. അത് എല്ലാ വാർഡിലും ഏകദേശം എല്ലാ വാർഡും ഇപ്പൊ കൊളക്കണ്ടത്തൊക്കെ 10 സെന്റ് സ്ഥലം കിട്ടിയെന്നാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് സജീവ് പറഞ്ഞത്. അതുപോലെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന ഒരുപാട് സുമനസ്സുകളുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ നമുക്ക് കഴിഞ്ഞ ഒരു 12 വർഷമായിട്ടുണ്ടായിരുന്ന നമ്മുടെ ഹോമിയോ ഡിസ്പെൻസറി നമ്മൾ മുക്കട്ടയില് വളരെ ആവേശത്തോടു കൂടി അത് പ്രവർത്തനം ആരംഭിച്ചു. പക്ഷെ നമുക്ക് അതിന്റെ പ്രശ്നം തന്നെയാണ്, സ്ഥലമില്ല. നമ്മൾ ഏകദേശം ഒരു 5-6 സ്ഥലങ്ങളിലൊക്കെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ
വാർഡ് കൗൺസിലർ നേതൃത്വത്തിൽ നമ്മൾ മാറ്റി. പക്ഷേ നമുക്ക് അതിനൊരു ഉചിതമായ സ്ഥലം വിട്ടുകിട്ടാൻ നമുക്ക് കിട്ടാത്തത് കൊണ്ട് അതിപ്പോ നഗരസഭയുടെ ബിൽഡിങ്ങിൽ പോയി കിടക്കണം. നമുക്ക് അതും ഇതുപോലെ നമ്മളെല്ലാം കൈകോർത്ത് പിടിച്ചാൽ നമുക്കത് നിലമ്പൂരിലെ മുക്കട്ടയുടെ ഭാഗമാക്കി നമുക്ക് ആ ഹോമിയോ ഡിസ്പെൻസറി മാറ്റണം. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ നിഷാജും അതുപോലെ തന്നെ നമ്മുടെ അഷ്റഫ് കൗൺസിലറൊക്കെ വളരെ പ്രയാസപ്പെട്ട് അതിന്റെ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഓടി നടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കൈകോർത്താൽ അത് ആരും നമ്മളെ കയ്യിൽ നിന്ന് കൊണ്ടുപോവില്ല. നമ്മളുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നിങ്ങൾ എല്ലാവർക്കും നമസ്കാരം. നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. ആദ്യം നന്ദി പറയേണ്ടത് ഒരു ഇഞ്ച് മണ്ണ് ഒരു വെള്ളത്തിനോ വെള്ളം ഒഴുകി പോകാനോ അല്ലെ റോഡിനോ പോലും തരാത്ത ഒരു ജനത ഇവിടെ ഉണ്ടെന്നുള്ളത് ഇരിക്കെ ഇത്രയും വിലപ്പെട്ട ഭൂമി നാടിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ വിചാരിക്കരുത് എൻ്റെ വാർഡിലുണ്ടൊരു അംഗനവാടി, അവിടെയൊക്കെ വന്ന് കണ്ടാലും നല്ല സൂപ്പറാണ്. കുട്ടികൾ വീഴുന്നത് പോലും റബ്ബറിട്ട ഫോം അതിലാണ്, വീണ പേടിക്കേണ്ട അത്രയും നല്ല അംഗനവാടി. അപ്പൊ അതുപോലെ ഒരു അംഗനവാടി ഇവിടെയും ഉണ്ടാകാനാണ് നമ്മുടെ ശ്രമം. അതിന് സ്ഥലം വിട്ടു തന്നവർക്കും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ചെയർമാനും അധ്യക്ഷം വഹിച്ച ബിന്ദുവിനും ആശംസ അറിയിച്ചവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തറക്കല്ലിടിയിൽ ചടങ്ങിലേക്ക് പോകാം.